ചൂണ്ടയിടാൻ പോയതാണ്. നമ്മളിത് പുഴയിലാണ് പോയത്. എനിക്ക് കുറെ മീനിന്റെ സ്ട്രൈക്കൊക്കെ കിട്ടി, പക്ഷെ എല്ലാം മിസ്സായി പോയി. ആദ്യത്തെ ദിവസം പോയിട്ട് ഒന്നും കിട്ടിയില്ല. ഹലോ ഗൈസ്, നമ്മളിന്ന് മീൻ പിടിക്കാൻ പോയപ്പോൾ അവിടെ കുറച്ച് ചേട്ടന്മാരും കൂടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അതോടെ നമുക്കൊരു വലിയ മീൻ കിട്ടി. ആരില്ലാന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു മീൻ കിട്ടിയില്ലെങ്കിലും അവർക്കൊരു പുഴയിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ മഴക്കാലത്ത് ഒരിക്കലും പോകരുത് ഗൈസ്, കാരണം അപകടം ഉണ്ടാകും. വെള്ളം കുറയുമ്പോൾ മാത്രം പോയാൽ മതി. പിന്നെ പോകുമ്പോൾ മുതിർന്നവർ കൂടെ വേണം. എനിക്ക് ഇന്ന് കിട്ടിയ മീനാണിത്. ഇതിൻ്റെ പേരാണ് പോട്ട. കുറേ മീനെ കിട്ടി. ഇതിന് അന്ന് 3 പോട്ടേനെ കിട്ടി. പക്ഷെ ഒരെണ്ണത്തിനെ ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ച് കളിച്ചോണ്ടിരിക്കുമ്പോൾ പുഴയിലേക്ക് തന്നെ ചാടിപ്പോയി. ഗൈസ്, ഇവിടെ നിന്നാണ് ഒരു പോട്ടേനെ ചൂണ്ടയെന്ന് അഴിച്ചു. അപ്പോൾ അത് പുഴയിലേക്ക് പോയി. പുഴയിലേക്ക് ചാടിപ്പോയി. പിന്നെ വേറൊരെണ്ണത്തിനെ ഞാൻ ചൂണ്ട ഇട്ട് വെച്ചു. രാവിലെ എടുത്തോന്ന് നോക്കിയപ്പോൾ ആരോ ആ ചൂണ്ടയെ എടുത്തിട്ട് അത് വലിച്ചെറിഞ്ഞു. ഫ്രണ്ട്സ്, ഇതാണ് കരിതല. അപ്പോൾ ഇത് ഞാൻ ഇവിടെ അടുത്തുള്ളൊരു തോട്ടിൽ നിന്ന് പിടിച്ചതാണ്. ഈ തോട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഈ മീനെ കുറേ എനിക്ക് കിട്ടും. മണ്ടൻ കരിതല എന്നാണ് ഇവിടെ നമ്മൾ വിളിക്കുക. ക്യാറ്റ് ഫിഷ് അല്ല, സ്നേക്ക് ഹെഡ് ഫാമിലിപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മീനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. കരിതലയാണ്. ഇതിനെ നിങ്ങൾ അവിടെ ഈ തോട്ടിൽ നിറച്ചുണ്ട്. ഇത് സ്നേക്ക് ഹെഡ് ഇനത്തിൽപ്പെടുന്ന ഒരു മീനാണ്. ഇത് വരാലിൻ്റെ വർഗത്തിൽ പെടുന്നതാണ്. പക്ഷെ വരാലിൻ്റെ അത്രയൊന്നും വലുതാവില്ല. ഇത് മാക്സിമം ഇത്രയൊക്കെ വലിപ്പം വെക്കുള്ളൂ. ഇതൊരു മീഡിയം സൈസാണ്. അവിടെ ഇതിനെക്കാട്ടിലും വലുത് ഇത്രയുള്ള ഒരെണ്ണത്തിനെ ഞാൻ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഇനി എപ്പോഴേലും സമയം കിട്ടുമ്പോൾ പിടിക്കണം. ഇത് ഞങ്ങൾ കല്ലടിക്കോടുള്ളൊരു തോട്ടിൽ നിന്ന് പോയി പിടിച്ച മീനാണ്. പപ്പായ്ക്ക് 2 മീനൊക്കെ കിട്ടി. പക്ഷേ ഞാനാണ് മൊത്തം പിടിച്ചത്. ഒരു വരാലിനെയും കൂടെ കിട്ടിയിട്ടുണ്ട് ഇതിൽ. ഇതാണ് പരല്. ചൂണ്ടയിട്ട് പിടിച്ച മീനാണ്. ഇതും വീണ്ടും വരലാണ്. ഇതൊക്കെ ചൂണ്ടയിട്ട് പിടിച്ചാണ്. അല്ലാതെ തന്നെ കരയിലായാലും ഇതിന് കുറേ നേരം ശ്വാസം എടുക്കാതെ തന്നെ ജീവിക്കാൻ പറ്റും. ഇത് സ്നേക്ക് ഹെഡ് ഫാമിലിയിൽപ്പെട്ട മീനുകളുടെ ഒരു പ്രത്യേകതയാണ്. വെള്ളം തന്നെ ഇല്ലാതെ കുറച്ച് ചെളി പോലും ഇല്ലാത്ത അവസ്ഥ ആണെങ്കിൽ ഇവർ വേറെ കുളത്തിലേക്ക് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോവും.
നല്ല സ്പീഡിലായിരിക്കും ഗൈസ് പോണത്. മണ്ണിര എല്ലാം ഇത് തിന്നും. പിന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ മുകളിൽ കറുപ്പും അടിയിലൊരു വെള്ളയാണ്. കരിതലയുടെ പോലെ തന്നെയാണ്, പക്ഷെ കരിതലയല്ല ഇത് കുറച്ചുകൂടെ വലിപ്പം വെക്കണ മീനാണ്. ഈ കിട്ടണ മീനൊക്കെ ഞാൻ പിന്നെ തോട്ടിലേക്ക് തന്നെ വിടും. ഇത് കുപ്പിയിൽ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഞാൻ തോട്ടിലേക്ക് തന്നെ വിടും. മീനെ ആരും കൊല്ലാൻ പാടില്ല, കാരണം ഇവിടെ ഉള്ളതും കൂടെ ഇത് കൊന്നു കഴിഞ്ഞാൽ കൂടുതലും വംശനാശ ഭീഷണിയിലാവും ഗൈസ്. അതുകൊണ്ട് മീനെ ആരും കൊല്ല. സ്കൂൾ ബസ് വരാൻ കുറച്ചുകൂടെ സമയമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ പരലിനെ പിടിക്കുകയാണ്. ഈ വീട്ടിലുള്ള ഈ ഒരു പഴയ അരിപ്പ ഒരു കോലും കൂടെ എടുത്തിട്ട് കുറച്ച് കയറ് വെച്ച് കെട്ടിയാൽ മതി. നല്ലൊരു വലയായി. ഈ വല കൊണ്ട് എനിക്ക് കുറേ പരലിനെ കിട്ടി. പക്ഷെ അതന്നെ ഞാൻ അപ്പം തന്നെ തിരിച്ചു വിട്ടു. ഈ തോട്ടിൽ നിന്നാണ് എനിക്ക് കരിതലേനെയൊക്കെ കിട്ടിയത്. ഈ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ മീൻ പിടിക്കാൻ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ശ്രദ്ധിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത് അമ്മയ്ക്ക് മനസ്സിലാവണ്ടേ, അമ്മ ഇത് കണ്ട ഓടാന്ന് പറയും. പക്ഷേ ഈ മീൻ പിടിച്ചിട്ട് പോയ ദിവസങ്ങളിലൊക്കെ ഇന്നൊരു മലയാളത്തിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. അതിനെനിക്ക് 10ൽ 10 കിട്ടി. നല്ല രസമുള്ളൊരു ഗെയിമാണ് മീൻ പിടുത്തം. പക്ഷേ മീനാരും കൊല്ലരുത്, പ്രത്യേകിച്ച് കുട്ടികളോടാണ് പറയുന്നത്. ഞാനൊക്കെ പണ്ടായിരുന്നെങ്കിൽ ഈ ചില മീനെയൊക്കെ തോട്ടിൽ നിന്ന് പിടിച്ചിട്ട് കുറേ ദിവസം ഇങ്ങനെ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ചത്തുപോവും. അങ്ങനെ ഞാനിപ്പോൾ മീനൊന്നും കൊല്ലാറില്ല. ആഗ്രഹമാണെങ്കിൽ മീനെ പിടിച്ചിട്ട് കുറച്ച് നേരമെങ്കിലും കളിപ്പിച്ചിട്ട് തിരിച്ചു വിടണം ഗൈസ്. പിന്നെ നമ്മൾ മീൻ പിടിച്ചിട്ടാണ് സ്കൂളിലോട്ട് വരുന്നത് എന്ന് ടീച്ചർ അറിയാൻ പാടില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകും. അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ്. ഈ മീൻ പിടിക്കുന്നതൊന്നും നമ്മൾ ഒരു കാരണവശാലും ടീച്ചറിനോട് പറയരുത്, പറഞ്ഞാൽ വിവരം അറിയും. താങ്ക് യു ഫ്രണ്ട്സ്.